ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ലോഡഡ് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് കുറച്ച് ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചിക്കൻ മുട്ടയിൽ മുക്കിയിട്ട് മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വേണ്ടവർ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ഇനി ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് വറുക്കാനായിട്ട് ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 3-4 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് പീസസ് ആക്കി വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഇതേപോലെ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എഗ് മയോണൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മയോണൈസ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഈ മയോണൈസിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഈ മയോണൈസിൽ നിന്ന് കുറച്ച് നമുക്ക് ഈ ടൊമാറ്റോ സോസിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ സോസും മയോണൈസും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോഡഡ് ഫ്രൈസ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തത് നമ്മൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മയോണൈസ് മാത്രമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക, ചിക്കൻ വറുത്തത് ഇട്ട് കൊടുക്കുക, അതുപോലെ സോസുകൾ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3-4 ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു സ്റ്റീമറിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി ഈ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീസ് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. അപ്പോൾ ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.